മൃഗവിശേഷമാണ്. പക്ഷേ അത് ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചതല്ല, വല്ലാതെ ആശങ്കപ്പെടുത്തിയ ഒരു കക്ഷിയാണ് ഒരു പെൺകടുവ. വയനാട്ടിൽ കുറേ നാളുകൾ ബുദ്ധിമുട്ടിച്ചു, പക്ഷേ അവസാനം കൂട്ടിലായി. അതിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിലാണ്. അപ്പോൾ തൽക്കാലം ഒരു നിരീക്ഷണത്തിന് വേണ്ടി ഒരു കൂട്ടിലൊക്കെയാണ്. ഇനി ഇണങ്ങിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാനുള്ള രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സൗത്ത് വയനാട് സബ് ഡിവിഷൻ മേഖലയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചത്. വയനാട് മൈലമ്പാടി ജനവാസ മേഖലയിൽ ഭീതി വിതച്ചിരുന്ന പെൺകടുവയെ ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടുന്നത്. കർഷകരുടെ വളർത്തുമൃഗങ്ങളായിരുന്നു ഇവളുടെ സ്ഥിരമിര. ഉദ്ദേശം 6 വയസ്സ് പ്രായമുള്ള പെൺകടുവയുടെ കോമ്പലുകൾ കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഒപ്പം ശരീരമാസകലം പാടുകളും. ഇതൊക്കെ കൊണ്ട് ഇരപിടുത്തം ബുദ്ധിമുട്ടിലായതാണ് കടുവ നാട് കയറാൻ കാരണമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ആരോഗ്യസ്ഥിതി മോശമായ കടുവയെ കാട്ടിലേക്ക് തുറന്നുവിടാൻ സാധിക്കാത്തതിനാലാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റിയത്. നിലവിൽ 2 ആൺകടുവകളും 1 ജോഡി വെള്ളക്കടുവയുമാണ് തിരുവനന്തപുരം മൃഗശാലയിലുള്ളത്. ഇക്കൂട്ടത്തിലെ വെള്ളക്കടുവയ്ക്ക് പയോമെട്ര എന്ന രോഗമുള്ളതിനാൽ അതിനെ പ്രജനനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കൊണ്ടുവന്ന പെൺകടുവ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ അതിനെ പ്രജനനത്തിനായി ഉപയോഗിക്കാമെന്ന പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥുണ്ട്. ഗോകുലെ ഒരുപാട് വിറപ്പിച്ച അല്ലെങ്കിൽ ആളുകളെ അസ്വസ്ഥരാക്കിയ രാത്രി ഉറക്കം കളഞ്ഞ കടുവയാണ്. പക്ഷേ ഇപ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ആളുകൾക്ക് കാണാൻ പറ്റുന്നല്ലേ? ആളുകൾക്ക് ചെല്ലുമ്പോഴൊരു കൗതുകമായിരിക്കും അല്ലേ? വയനാട്ടിൽ നിന്ന് പിടിച്ച കടുവയാണെന്നൊക്കെ പറഞ്ഞ് കാണാൻ ഒരു രസമായിരിക്കും. എന്താണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ? അതെ, ഡിവിഷന്റെ അടക്കം ഉറക്കം കളഞ്ഞിട്ടുള്ള കടുവ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാധ്യമങ്ങളെല്ലാം അതിന് പിന്നിലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 12-ാം തീയതിയാണ് അതിനെ പിടിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊന്ന് പറയുമ്പം മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മൃഗങ്ങളെ ആയിരുന്നു വളരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. 1-2 മൃഗങ്ങളെ അല്ല, ഈ പിടിക്കുന്ന ദിവസവും 3-4 ആടിനെയാണ് അത് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില്ല, ഒപ്പം തന്നെ ശരീരത്തിൽ ആസകലം മുറിവുകളടക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നഗരത്തിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യവാസമുള്ള പ്രദേശത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അതുതന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇതിന് പല്ലുകളില്ല, 4 കോമ്പല്ലുകളും ഇല്ല, ഒപ്പം തന്നെ ദേഹമാസകലം മുറിവുകളുമുണ്ട്. അപ്പോൾ അത് പരിക്ക് പറ്റി നാട്ടിലേക്ക് എളുപ്പത്തിൽ മൃഗങ്ങളെ ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്തേക്ക് ചേക്കേറി അവിടുത്തെ ആടടക്കമുള്ള മൃഗങ്ങളെ, പശുവിനെ ഒക്കെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് കൂട് സ്ഥാപിക്കുന്നത്. കൂട് സ്ഥാപിച്ച് ആ പിറ്റേ ദിവസം തന്നെ അതിനെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടി അങ്ങനെ ചികിത്സയുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്തായാലും അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ദിവസം വയനാട് ഒരു കേന്ദ്രത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഏറ്റവും സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പം വനത്തിലേക്ക് തന്നെ തിരിച്ചു തുറന്നുവിടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വരുമ്പം കൂടുതൽ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഡോക്ടർ പറയുന്നത്, മൃഗശാല സർജൻ അടക്കമുള്ളവർ പറയുന്നത്, മൃഗശാല സർജൻ നികേഷ് കിരൺ അടക്കം പറയുന്നത് ഇതിന്റെ ആരോഗ്യസ്ഥിതി അത്ര ശരിയായിട്ടുള്ളതല്ല. കാരണം ഇപ്പോഴും അത് ആ ഒരു അപകട നില തരണം ചെയ്തിട്ടുള്ള നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്, ആ ദൃശ്യം കാണുമ്പോൾ നമുക്കറിയാം കൂട്ടിൽ കിടന്ന് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് അതിന്റെ മുഖമൊക്കെ മുറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ക്വാറന്റൈൻ അടക്കം കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമൊക്കെ മെച്ചപ്പെടട്ടെ അല്ലേ ഗൂഗിൾ? തീർച്ചയായിട്ടും ഡിവിഷൻ ഇനിയും കാണാൻ കഴിയുന്നു പ്രതീക്ഷിക്കാം അല്ലേ? ശരി.